എന്തോ പേയ്മെൻറ്റ് ചെയ്ത് എന്നോട് പറഞ്ഞായിരുന്നു. സെയിം സ്കേർട്ടാ, സെയിം സ്കേർട്ടാ. ഈ സെയിം തന്നെ, കളറ് വേറെ. പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തോ പേര്? ദീപായസ് പണിക്കർ. സെയിം ഇത് തന്നെയല്ലേ? ഇവിടെ എന്നോടേ ഭയങ്കര, അതുകൊണ്ടാണ് നമ്മൾ ആര് വന്നാലും ഇവിടെ വേറുള്ളവർ വരുന്നു എന്നൊക്കെ പറഞ്ഞ് കഥകളുണ്ടാക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വന്നാൽ നിങ്ങളുടെ വണ്ടി റെക്കോർഡ് ചെയ്യും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നവരാണെന്നുള്ള ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പം കിട്ടിയോ യൂട്യൂബിൽ? ഇല്ല, ഞാൻ എൻ്റെ ആപ്പ് റിഫ്രഷ് ചെയ്തിടാൻ. ഭയങ്കര ചീത്ത വിളിയാണ് നമ്മളെ ഇങ്ങനെ. ചില ഏരിയയിൽ അങ്ങനെ. ഏരിയയുടെ കുഴപ്പമൊന്നുമല്ല, ഇവിടെ ഉള്ളത്. ചില ആൾക്കാരുണ്ട്, അവർക്ക് മറ്റുള്ളവരുടെ കുറ്റവും മറ്റുള്ളവരെ മോശമാക്കിക്കൊണ്ട്. ഇതങ്ങനെയല്ല, ഇവർ ഇൻഷുറൻസ് തട്ടിയെടുക്കുന്നവരെ അറിയത്തില്ലേ? അങ്ങനെ ഞാൻ അഡ്വക്കേറ്റ് ആണേ. നമ്മളെ ജോലിക്ക് പോകാൻ വിടാതിരിക്കുക, അങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. നമ്മളെ ഫോളോ ചെയ്യുക. ഏരിയയുടെ പ്രശ്നമൊന്നുമല്ല. അടി കിട്ടുമ്പോൾ ഏത് ഏരിയ നല്ലതാണ് ഇല്ലേ? നമ്മളിപ്പോൾ വല്ലവരുടെയും കാര്യം നോക്കിയിരിക്കേണ്ട കാര്യമുണ്ട്. അവരുടെ വീട്ടിലെന്തിനാ അവരെ ഭരിക്കാൻ ചെല്ലുമോ നമ്മൾ? ഇപ്പം നമ്മൾ അയലത്തെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അവരുടെ പ്രോപ്പർട്ടി എന്തെടുക്കണം, അവർ ആരുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ നമ്മളാണോ ഡിസൈഡ് ചെയ്യുന്നത്? ആണോ? ആണോ? അല്ലേ, കാര്യമല്ലേ നോക്കുന്നത്? ഇത് നമ്മുടെ വീട്ടിലെ കാര്യം പറയും, നമ്മുടെ പ്രോപ്പർട്ടിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ എന്ത് കാര്യമാണ്? നമ്മൾ ആരുടെ കൂടെ ജീവിക്കണമെന്നൊക്കെ ഇവനാണോ തീരുമാനിക്കുന്നത്? ഇവരാണോ തീരുമാനിക്കുന്നത്? നേച്ചർ ശരിയല്ലല്ലോ. നേച്ചർ നിയമമൊക്കെ ഇല്ലയോ? ഞാനും നേരത്തെ താമസിച്ച ഏരിയയിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ താമസിക്കുന്നിടത്ത് ആ പ്രശ്നമില്ല. ഇപ്പൊ താമസിക്കുന്നിടത്തെന്ന് 1 മാസമേ ആയുള്ളൂ. നേരത്തെ ഒരു 5 വർഷത്തിന് മുമ്പ് ഞാൻ ആ ഏരിയയിലാണ് താമസിച്ചിരുന്നത്. ആ ഏരിയ കുഴപ്പമില്ലാന്ന് കണ്ടിട്ട് ഇപ്പൊ തിരിച്ച് ആ ഏരിയയിൽ തന്നെ ഞാൻ പോയി. ഇത് നമ്മുടെ ഷെയർ, എൻ്റെ അച്ഛൻ്റെ വീട്. നമുക്കിവിടെ ഇങ്ങനെ പറ്റത്തില്ലല്ലോ. നമ്മൾ പേടിച്ച് പോയതായിരുന്നു, ഡൽഹിയിലായിരുന്നു. പിന്നെ ഇവിടെ വേറെ പരിപാടികളൊക്കെ അങ്ങനെ മനസ്സിലായത്. എവിടെ പോയാലും ഇത് തന്നെ. നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നില്ല, നമ്മളെ ടാർഗറ്റ് ചെയ്ത് അവിടെ ചെന്നാലും ഇത് തന്നെ. എല്ലാം നമ്മുടെ യൂട്യൂബിലുണ്ട്, ഫാസ്റ്റ് മുതലുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാണ് ഇവന്മാർ ഇവിടെ ഇങ്ങനെ ഈ ഗേറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ വരിക, ഇവിടുന്ന് യൂ ടേൺ എടുത്ത് പോവുക, കുറേ ആൾക്കാർ ഇവിടെ വന്ന് സ്റ്റോപ്പ് ആവുക. അങ്ങനെ നിങ്ങൾ കണ്ടില്ല? നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ മാത്രം വന്ന് യൂ ടേൺ എടുക്കും ആളുകൾ, ഫോൺ പിടിച്ചിങ്ങനെ നിൽക്കും ആളുകൾ. ഇല്ലല്ലോ. ഇതിവിടെ ഞാൻ എൻ്റെ ഇതിൽ ഫുള്ളുണ്ട്. ഇവിടെ വന്ന് ഫോണും പിടിച്ചിങ്ങനെ നിൽക്കുക, ഇവിടെ വന്ന് യൂ ടേൺ എടുത്ത് പോവുക. അതെന്തുവാ? ഇവിടെ മാത്രം വരുമ്പോൾ യൂ ടേൺ ചെയ്യാനോ ഇത്ര വലിയ നിർബന്ധം? ഓട്ടോ വരിക, യൂ ടേൺ എടുത്ത് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടേക്കോ പോയി. പിന്നെ എഡിറ്റിംഗ് ആണ്. ഇപ്പം കണ്ടില്ലേ, മുഖ്യമന്ത്രിയെ കൊണ്ടുവരെ AI വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിന്ന് കീ കൊടുക്കുന്നെന്നോ ന്യൂസിനകത്തൊക്കെ കാണിക്കുന്നത്. എപ്പോൾ പറയുന്നത് AI ആണെന്ന്. അയാളെ പിടിച്ചല്ലോ, സുബ്രഹ്മണ്യൻ. ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള കള്ളങ്ങൾ നടക്കുകയാണ്. നമുക്ക് ജീവിക്കണ്ടായോ? AI ഒക്കെ നേരെ ചൊവ്വയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ പോരായോ? സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്തിട്ടുണ്ട്. താങ്ക് യു. പേരെന്തായിരുന്നു? എൻ്റെ പേര് സമീര. ഓക്കെ.